ഇന്നത്തെ പത്രങ്ങളിൽ ഏറ്റവും കൗതുകകരമായ പത്രം മാതൃഭൂമിയാണ്. മാതൃഭൂമി ആകെ വിറച്ചുപോയി. മാതൃഭൂമിയെ സുപ്രീം കോടതി വിറപ്പിച്ചു. കൈവിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, വേണ്ട വേണ്ട, കുത്തിത്തിരിപ്പുമായി ഇനി നടക്കണ്ട എന്ന് സുപ്രീം കോടതി മാതൃഭൂമിയോട് പറഞ്ഞു. അപ്പൊ എല്ലാവരും ചോദിക്കും, അങ്ങനെ സുപ്രീം കോടതി പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ. സുപ്രീം കോടതി അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ അതാണ് സംഭവിച്ചത്. സുപ്രീം കോടതി യഥാർത്ഥത്തിൽ പറഞ്ഞത്, കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിനോടൊക്കെ പറഞ്ഞത്, ജന്തർ മന്ദറിൽ നടന്ന അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ തുടരാൻ വേണ്ടി പറഞ്ഞു. കേസുകൾ തുടരാം, അറസ്റ്റ് ആവാം, ഒക്കെ ആവാം. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, 18 വയസ്സിൽ താഴെയുള്ള, അത്രയേ പറഞ്ഞിട്ടുള്ളൂ സുപ്രീം കോടതി. 18 വയസ്സിൽ താഴെയുള്ള നേരത്തെ ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത കുട്ടികളെ വിടണം. അങ്ങനെ വല്ല കുട്ടികളെയും അറസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ വിടണം, അവർക്കെതിരെ കേസൊന്നും എടുക്കരുത്. എന്താണ്? അതായത് ഇതൊക്കെ നേരത്തെ പറഞ്ഞാലേ, സമാധാനപരമായി പ്രതിഷേധം നടത്തിയ 18 വയസ്സിൽ താഴെയുള്ള, നേരത്തെ അക്രമങ്ങളൊന്നും നടത്തിയിട്ടില്ലാത്ത, ഈ സമരത്തിൽ പങ്കെടുത്ത കുട്ടികൾക്കെതിരെ നിയമ നടപടി പാടില്ല. ആരും പറഞ്ഞിട്ടില്ലല്ലോ അവർക്കെതിരെ നിയമ നടപടി വേണമെന്ന്. ആരും പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് എന്താ? അവിടെ നടന്ന അതിക്രമങ്ങൾ, അവിടെ നടന്ന അക്രമ സംഭവങ്ങൾ, അവിടെ നടന്ന അഴിഞ്ഞാട്ടങ്ങൾ അല്ലേ? അവിടെ പൊതുമുതൽ നശിപ്പിച്ചു, CCTV ക്യാമറകൾ അതാ തച്ചടയ്ക്കുന്നു. ഇന്നലെ ഇറങ്ങിയ വീഡിയോ ദൃശ്യങ്ങളാണ്. അവിടെയുള്ള മുഴുവൻ CCTV ക്യാമറകളും അടിച്ചു തകർക്കുക, വാഹനങ്ങൾ അടിച്ചു തകർക്കുക. 200ഓളം പോലീസുകാരെ ഓടിപ്പിച്ചു വിട്ടിട്ടോ, അവരെ പിന്നാലെ ഓടിയിട്ടോ അവരെ ആക്രമിക്കുക, മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുക. അതായത് CJPയുടെ ഈ പ്രതിഷേധ സമരത്തിനോടൊപ്പം രാജ്യവിരുദ്ധ ശക്തികളുടെ അഴിഞ്ഞാട്ടമായിരുന്നു ജന്തർ മന്ദറിൽ നടന്നത്. സുപ്രീം കോടതിക്ക് ബോധ്യമായി. അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത്, അന്വേഷിക്കണം, അന്വേഷണം തുടരട്ടെ എന്ന് പറയുകയാണ്. അതാണ് മാതൃഭൂമി. എന്തൊരു വിനയത്തോടെ അന്വേഷണം തുടരാം. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഇന്നലത്തെ മാതൃഭൂമി? ഉറപ്പുകൾ പറന്നു അല്ലേ? ഏത് ഉറപ്പാണെന്നറിയോ? അതായത് CJPക്കാർക്ക് സമരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ പറഞ്ഞിരുന്നല്ല, ഈ സമരക്കാര് CJPക്കാര്, അതായത് കൂറകള് സർക്കാരിനോട് പറഞ്ഞിരുന്നു, അതായത് ഞങ്ങൾക്കെതിരെ എന്ത് ചെയ്യാൻ പാടില്ല, ഈ നിങ്ങളെടുത്ത കേസുകളൊക്കെ എന്ത് ചെയ്യണം, പിൻവലിക്കണം. കേസുകളൊക്കെ പിൻവലിക്കണം. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു സർക്കാർ. ആയിക്കോട്ടെ, കേസുകൾ പിൻവലിക്കാലോ. പക്ഷെ കേസുകൾ പിൻവലിക്കാമെന്ന് സർക്കാർ പറഞ്ഞിട്ട് കാര്യമില്ലാന്നേ. ഇതൊക്കെ കോടതിയുടെ മേൽനോട്ടത്തിലുള്ള കാര്യങ്ങളല്ലേ? ഒരു സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കേസ് അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റുമോ? നമുക്കറിയാലോ, ഇപ്പൊ ശബരിമല ആ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ, നാമജപ ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടിട്ട് എത്ര കേസുകൾ, നമ്മുടെ പൗരത്വ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ, ഇതൊക്കെ പിൻവലിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ അങ്ങനെ പിൻവലിക്കാൻ പറ്റില്ല. ഇതിൽ ക്രിമിനൽ കേസുകൾ ഉണ്ടാവും. ഈ ക്രിമിനൽ കേസുകളൊക്കെ പിൻവലിക്കണമെങ്കിൽ അതിൻ്റെതായ പ്രൊസീജിയർ ഉണ്ട്. അപ്പൊ ഇത് നമ്മള് ഒരു താത്വികമായി പറയാം. അതാ ഞങ്ങൾ ഇങ്ങനെ ഒരു അനുരഞ്ജനത്തിന് ഞങ്ങൾ തയ്യാറാണ്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. ശരി, രാജിവെക്കാം. പിന്നെ ഞങ്ങൾക്കെതിരെ എടുത്ത ഈ കേസുകൾ, അതായത് അങ്ങനെയാണല്ലോ CJPക്കാർ അങ്ങനെയാണല്ലോ പറയാ. അതായത് ഈ രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ, അഴിഞ്ഞാടിയവർക്കെതിരെ എടുത്ത കേസുകളൊന്നും അല്ലല്ലോ ഇവർ പറയാ. അതായത് ഞങ്ങൾ കുട്ടികൾ, അങ്ങനെയാണ് CJPക്കാർ പറഞ്ഞത്, ഞങ്ങൾ കുട്ടികൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കണം. ആയിക്കോട്ടെ എന്ന് ആരും പറഞ്ഞു? കേന്ദ്ര സർക്കാരും പറഞ്ഞു. നേരത്തെ തന്നെ CJPക്കാർ പറഞ്ഞിട്ടുണ്ട്, ഈ സമരത്തിന്റെ അടിയിൽ കുറെ ഈ രാജ്യവിരുദ്ധ ശക്തികൾ, കുറെ അക്രമികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെന്ന് CJPക്കാർ തന്നെയാ പറഞ്ഞത്. മറന്നുപോകരുതേ. CJPക്കാർ പറഞ്ഞ ഈ സൗരവ് ദാസും കൂട്ടരോ പറഞ്ഞത്, അഭിജിത് ദീപ്കയും കൂട്ടരോ പറഞ്ഞത്, അതായത് അക്രമങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇവര് കാര്യം മാറി. ആര്? CJPക്കാർ പറഞ്ഞു, അല്ല ഞങ്ങളെ ആൾക്കാരല്ല അക്രമം നടത്തിയത്, കുറെ ആൾക്കാർ ഇതിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്, ഓരാണ് അക്രമം നടത്തിയത് നേരത്തെ തന്നെ CJPക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത കേസുകൾ പിൻവലിക്കാൻ കഴിയില്ലാന്നേ. കാരണം കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് പറഞ്ഞില്ലേ, 2874 അല്ലേ, 2874 ക്രിമിനലുകളെ, കൊലപാതകികൾ, അതായത് കൊലപാതക കേസുകളിൽ ഉൾപ്പെട്ടവർ, കൊലപാതക ശ്രമ കേസുകളിൽ ഉൾപ്പെട്ടവർ, പോക്സോ കേസുകളിൽ ഉൾപ്പെട്ടവർ,
അങ്ങനെയുള്ള എത്രയാണ് 2874 ക്രിമിനലുകൾ അവർ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇവർക്കൊക്കെ എതിരെ കേസുകൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്നലെ മാതൃഭൂമി പറഞ്ഞത്, അതായത് കേന്ദ്ര സർക്കാർ ഉറപ്പുകൾ കൊടുത്തിരുന്നു, ആരെയും അറസ്റ്റ് ചെയ്യില്ല, ആർക്കെതിരെയും നടപടി എടുക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ പറഞ്ഞു ഈ മറ്റേ കൂറകൾക്ക് വേണ്ടിയിട്ട് കിടന്ന് മെഴുകുകയായിരുന്നു മാതൃഭൂമി. ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിരുന്നു മാതൃഭൂമിയുടെ ഈ കൂറകൾക്ക് വേണ്ടിയുള്ള കരച്ചിൽ, കൂറപ്പത്രം. അവസാനം ഇന്നലെ സുപ്രീം കോടതി ആണ്ട് കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞു, കേസുകൾ എടുക്കണം, അറസ്റ്റെങ്കിൽ അറസ്റ്റ്. പക്ഷേ 18 വയസ്സിൽ താഴെയുള്ള മുൻ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത കുട്ടികൾക്കെതിരെ കേസെടുക്കരുത്, അവർ അറസ്റ്റ് ചെയ്യരുത്. അത്രയേ ഉള്ളൂ. അത് അവസാനം മാതൃഭൂമി മനസ്സോടെ ഇതാ അന്വേഷണം തുടരാം ഇതാ പറയുന്നത്. ഇത്രയേ ഉള്ളൂ. മാതൃഭൂമിയെ സുപ്രീം കോടതി കൈവിരൽ ചൂണ്ടി പറയാണ്, വേണ്ട മോനെ നിർത്തിക്കാട്, ഇങ്ങനെ ജിഹാദികൾക്ക് വേണ്ടി ഇങ്ങനെ തുള്ളണ്ട എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അതാണ് വ്യക്തമായത്. എന്നിട്ടാ നമ്മൾ വായിച്ച ചിരിച്ചു പോട്ടോ. അതായത് ഇന്നലത്തെ മാതൃഭൂമി വായിച്ച ആൾക്കാർ ഇന്നത്തെ മാതൃഭൂമി വായിക്കുന്നുണ്ടല്ലോ, ഇന്നലെ എമ്മാതിരി കുരുത്തക്കേടായിരുന്നു അല്ലേ. നമ്മൾ ക്ലാസ്സിലൊക്കെ ഇങ്ങനെ കുരുത്തക്കേട് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ തലവണ്ടിക്ക് അടിച്ചു പൊട്ടിക്കുന്ന ചില വികൃതി കുട്ടികളൊക്കെ ഉണ്ടാവും. ഹെഡ്മാഷ് വന്നിട്ട് ചൂരെല്ലാം കൊണ്ട് അടിക്കുന്നു വേണ്ട, ചൂറിലെടുത്ത് കാണിച്ചാൽ മതി, കണ്ടുരുട്ടിയാൽ മതി. അതോടെ ഇവരൊക്കെ ഭയങ്കര മര്യാദരാമന്മാരാവും. പിന്നെ കൈ കെട്ടിങ്ങനെ ഒരു ഇരുത്തുണ്ട്, തലയും താത്തിയിട്ട് മാതൃഭൂമി അങ്ങനെ ഇരിക്കുകയാണ്. നീറ്റ് പ്രതിഷേധത്തിൽ സുപ്രീം കോടതി അന്വേഷണം തുടരാം. എന്നിട്ടും ഇടക്ക് എത്ര എന്താ പറയാ എത്ര ഗുണദോഷിച്ചാലും നന്നാവില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവക്കാരുടെ ഇടയിലും കാണിച്ചിട്ടോ. അറസ്റ്റിന് വിലക്ക്. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് വിചാരിക്കോ സുപ്രീം കോടതി പറഞ്ഞു ആരെയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്നിട്ട് താഴത്ത് എന്താ പറഞ്ഞറിയോ? കേസുകളിൽ അന്വേഷണം തുടരാം. നാടല്ലോ മാതൃഭൂമിക്ക് ഇന്നലെ നിലവിളിക്കാനി അല്ലേ. അയ്യോ ഉറപ്പുകൾ പാലിച്ചില്ല, അറസ്റ്റ് ചെയ്യുന്നേ, കേസെടുക്കുന്നേ അല്ലേ എന്ന് പറയാണ്. കേസുകളിൽ അന്വേഷണം തുടരാം, അറസ്റ്റ് നടപടികൾ പാടില്ല. എന്നാൽ അത് കുറ്റകൃത്യ ചരിത്രമുള്ളവർക്ക് ബാധകമല്ല. ഇതൊന്നും ബാധകമല്ല, അറസ്റ്റ് ആവുകയും ചെയ്യാം. അതിനുശേഷം ഒന്നുകൂടി വ്യക്തമാക്കുന്നു, അറസ്റ്റിലായവരിൽ കുറ്റകൃത്യ ചരിത്രമില്ലാത്ത 18 വയസ്സിൽ താഴെയുള്ളവരെ വിട്ടയക്കണം. അവിടെ കൂടിയത് ഈ പറയുന്ന അഭിജിത്ത് ദീപ്ക്കൊന്നും ജൻസിയും അല്ലാന്നേ. ഇയാൾക്ക് 19 വയസ്സുണ്ട്, ഇയാളെ ജൻസിയുടെ പ്രായമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കൂടിയവര് എല്ലാവരും ഈ 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ജന്തർ മന്ദറിൽ തോന്നിയാസം കാണിച്ച എല്ലാറ്റിനെയും പൂട്ടിക്കെട്ടും മക്കളെ അമിത്ഷാ. നിങ്ങളെമ്മാതിരിയുള്ള ഉഡ്ഡായിപ്പ് പരിപാടി മാതൃഭൂമി നിങ്ങളെ കൂടെ നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് ഒരു കൂറകളും ഇപ്പൊ എന്തായി? എന്നിട്ട് അഭിജിത്ത് ദീപ്കപ്പം പറയാണ്, അയ്യയ്യേ ഞങ്ങൾക്ക് തന്ന വാക്ക് ലംഘിച്ചു, ഞങ്ങൾ ഇനി സമരം ചെയ്യാൻ വന്നാൽ വിവരറിയും അഭിജിത്ത് ദീപ്കയും. ഇപ്പൊ എന്താ പറയാ ആത്മഹത്യ ചെയ്ത 21 കുട്ടികൾ, അവരോടുള്ള ഒരു വൈകാരികമായ ഒരു അടുപ്പം, അതുകൊണ്ടൊക്കെ തന്നെയാണ് രാജ്യം മുഴുവനും ഇവരുടെ ഈ കുത്തിത്തിരിപ്പുകളൊക്കെ മനസ്സിലാക്കിയിട്ട് പോലും ഒരു പരിധിവരെ ഇവരോട് അനുഭാവം പ്രകടിപ്പിച്ചത്. ഇവർ ഉയർത്തിയത് സ്വാഭാവികമായും ഇവർ ഉയർത്തിയ ഒരു പ്രശ്നമുണ്ടല്ലോ. അതായത് ഈ നീറ്റ് പരീക്ഷയിലെ ക്രമക്കേട് തടയണം, ആർക്കും കുറ്റം പറയാൻ പറ്റില്ല. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടൊക്കെ തടയണം, ശരി. ഈ ആത്മഹത്യ ചെയ്ത കുട്ടികൾ അല്ലെ, ആത്മഹത്യ ചെയ്ത ആ കുട്ടികളുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണം, അങ്ങനെ കുറെ ജനുവിനായ കാര്യങ്ങൾ ഇവർ പറഞ്ഞിരുന്നു. അതുകൊണ്ടൊക്കെ ഇവർക്കൊരു പിന്തുണ കിട്ടി. ഇനിയിപ്പോ നാളെ അവർ പോയിങ്ങാണ്ട് വീണ്ടും ജന്തർ മന്ദറില് അയ്യയ്യ ഞങ്ങൾക്കെതിരെ എടുത്ത കേസുകളൊക്കെ പിൻവലിക്കണം. ആർക്ക്? അവിടെ ഈ പോലീസുകാരുടെ തലമണ്ടടിച്ച് തകർത്തവര്, മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തവര്, അവിടുത്തെ പൊതുമുതൽ മുഴുവൻ നശിപ്പിച്ചവര്, ഒരുപാട് വാഹനങ്ങൾ തല്ലി തകർത്തവര്, ഇവരൊക്കെ വെറുതെ വിടണമെന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ജനങ്ങൾ മുഴുവൻ പൊട്ടന്മാരാ? ഇവർക്ക് പിന്തുണ നൽകുവോ? പക്ഷെ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയ്യോ ഞങ്ങൾക്കെതിരെ കേസ്. അതോടെ കൂറകൾ തീർന്നു, എല്ലാറ്റിനെയും പിടിച്ച് അകത്തിട്ടുകൊണ്ടിരിക്കുകയാണ്.